ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ ദിവസങ്ങളാണ്. ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം ആ, തീരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു തീരാ നഷ്ടത്തിൻ്റെ വാർത്തയായിരുന്നു ക്രൈസ്തവരെ, പ്രത്യേകിച്ച് കത്തോലിക്കരെ സംബന്ധിച്ചോളം ഉണ്ടായത്. തങ്ങളുടെ വലിയ മുക്കുവൻ തങ്ങളെ വിട്ടു പോയിരിക്കുന്നു. പക്ഷേ എങ്കിലും വലിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം അവസാനമായി അദ്ദേഹം എല്ലാവരെയും ആശീർവദിച്ചു. ജനങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹം പോയി എല്ലാവരെയൊക്കെ അഭിസംബോധന ചെയ്തു. അങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി നിന്ന് അവസാന നിമിഷം വരെ വിശ്വാസികളോടൊപ്പം ആയിട്ടാണ് വലിയിടൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ലിജോ സാറ് പറഞ്ഞതുപോലെ നമുക്കൊക്കെ ദുഃഖത്തിന്റെ ദിനങ്ങളാണ് ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ. കാരണം നമ്മുടെ ഇടയിൽ നിന്നും ഇതുവരെ നമ്മളോട് കൂടെ ആയിരുന്ന ആ പരിശുദ്ധ പിതാവ് ഇനി ആ ഭൗതിക സാന്നിധ്യത്തിൽ നമ്മളോട് ഇല്ല. അതൊരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്, ജീവിതകാലത്ത് നമ്മളോട് പാലിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കി തിരിച്ച് അദ്ദേഹം പിതാവിന്റെ ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ദൈവപിതാവിന്റെ പക്കലാണ് എന്ന് നമുക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ 2025 ജൂബിലി വർഷത്തില് വലിയൊരു സന്ദേശം അദ്ദേഹം നൽകി. നമ്മളൊക്കെ പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ പ്രത്യാശയാണ് ലോകത്തിന് ഇന്ന് ആവശ്യം. ഈ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സ്വർഗത്തിൽ എത്തേണ്ടവരാണെന്നുള്ള പ്രത്യാശയാണ്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, നമ്മള് പിൽഗ്രിംസ് ആണ്, തീർത്ഥാടകരാണ്. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്ര അതിന്റെ ലക്ഷ്യത്തിന്റെ തീരങ്ങളിൽ എത്തണം. അത് ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാർത്ഥകമായി ഫ്രാൻസിസ് പിതാവ് ദൈവപിതാവിന്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഈ ദൈവപിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിൽ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് മാർപ്പാപ്പ എപ്പോഴും വാചാലനായിരുന്നത്. മാർപ്പാപ്പയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതായത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച, പ്രവർത്തിച്ച, മറ്റുള്ളവരെ ജീവിക്കുവാൻ ആഹ്വാനം ചെയ്ത ഒരു പാപ്പായായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാല് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ എല്ലാം നവീകരിക്കാൻ വേണ്ടിയുള്ള ആഹ്വാനം നൽകി. ഇറ്റാലിയൻ ഭാഷയിൽ അജോർണമെന്റോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നവീകരിക്കുക. സഭ എപ്പോഴും സുവിശേഷ മൂല്യങ്ങളാൽ നവീകരിക്കപ്പെടണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ വത്തിക്കാൻ കൗൺസിലിൽ നിന്ന് കിട്ടിയ ചൈതന്യമായിരുന്നു. അത് അദ്ദേഹം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു. എന്താണ് ഈ നവീകരിക്കപ്പെടുന്നത്? നമ്മുടെയൊക്കെ മനോഭാവങ്ങളാണ്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹത്തിന്റെ. അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് നൽകിയത്. മറ്റുള്ളവരെ കേൾക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഈ സഭയിലെ കേൾവിയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. നമ്മുടെ മുന്നിൽ എന്താണ് പറയാനുള്ളത് കേട്ട് അതിനുശേഷം അവരോട് സംവദിച്ചിട്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ സിനഡൽ വേ എന്ന് പറഞ്ഞാല് സിനഡാത്മക രീതികൾ സഭയിൽ വേണമെന്ന് പറയാം. സിനഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. സിൻ എന്ന് പറഞ്ഞാൽ കൂടെ, ഓഡോസ് പറയുന്ന വാക്കുന്നതാണ് ബാക്കി വരുന്നത്, പറഞ്ഞാൽ നടക്കുക, കൂടെ നടക്കുക. അപ്പം സഭാത്മക ജീവിതം എന്ന് പറഞ്ഞാൽ സഭയുടെ മക്കളോട് കൂടെയുള്ള ജീവിതമായിരുന്നു. അത് അധികാര സ്ഥാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രേരകമായ കാഴ്ചപ്പാടുകളായിരുന്നു. അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ കയറി ഇരിക്കാതെ താഴേക്കടയിലേക്ക് ഇറങ്ങി എല്ലാവരോടും, സാധാരണക്കാരോടും സംവദിക്കാനുള്ള മനസ്ഥിതി കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മാനവികത, മനുഷ്യ സാഹോദര്യം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവവിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മനുഷ്യനിലേക്ക് വളർന്നു നിൽക്കുന്നതായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും എടുത്തു പറയാറുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനായിരുന്നു ഈ മാർപ്പാപ്പ. അതുകൊണ്ടാണ് വേദനിക്കുന്ന ആരെയും ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പിൽ മനുഷ്യൻ എന്ന വ്യക്തിയാണല്ലോ. അവന്റെ മതമോ വർണ്ണമോ വർഗമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ലായിരുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ് എന്നൊരു വലിയ വിശാലമായ മാനുഷിക കാഴ്ചപ്പാട് അത് ബൈബിളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്.
ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബൈബിൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും പരിഗണിക്കണമെന്ന കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് സഭയിലെ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയും വലിയ സ്ഥാനങ്ങളിലേക്ക് അവരോധിക്കുകയും ചെയ്തു. നേരത്തെ ഇല്ലാത്തതുപോലെ സ്ത്രീകൾക്ക് തുല്യ പരിഗണന കൊടുക്കണം, അവർക്കും സഭയിലെ സ്ഥാനങ്ങൾ കൊടുക്കണം എന്ന കാഴ്ചപ്പാട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. വലിയ ഉത്തരവാദിത്തങ്ങളില് സാധാരണ പുരുഷന്മാരിരിക്കുന്ന പല കസേരകളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇച്ഛാശക്തി കൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുകയുണ്ടായി. അതൊക്കെ സഭയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ സഭയിലെ എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് എപ്പോഴും അദ്ദേഹം മറ്റുള്ളവരോട് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ താമസ സ്ഥലം തന്നെ നമ്മൾ നോക്കിയാൽ മതി. മാർപ്പാപ്പ ആയി കഴിഞ്ഞിട്ട് മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർ വന്ന് താമസിക്കുന്ന ഗസ്റ്റായിട്ട് അതിഥികൾ താമസിക്കുന്ന സാന്ത മാർത്ത ഡോമോസ് കാസ എന്ന് പറയുന്ന അതിഥി മന്ദിരത്തില് സാധാരണക്കാരായ ഒരാളെ പോലെ, ഒരു സന്ദർശകനെ പോലെ താമസിച്ചു എന്ന് വേണം നമുക്ക് പറയാം. അതൊരു വലിയ ദൈവശാസ്ത്ര കാഴ്ചപ്പാടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകത്ത് നമ്മളെല്ലാം സന്ദർശകരാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു വസതി നമുക്ക് ആർക്കുമില്ല. എല്ലാവരും എത്ര വലിയ കൊട്ടാരമാണെങ്കിലും ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ഒരു സന്ദർശക മുറിയിൽ താമസിക്കുവാനുള്ള ലാളിത്യം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിക്കുമ്പോൾ ലോകത്തിന് വലിയൊരു സന്ദേശമാണ് നൽകിയത്. മനുഷ്യ ജീവിതം ക്ഷണികമാണ്. ഈ ക്ഷണികമായ ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവപിതാവെങ്കിൽ നിത്യതയുടെ തീരങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ് ഓരോ മനുഷ്യന്റെ ജീവിതം എന്ന വലിയ സത്യം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട ഒരു പരിശുദ്ധ പിതാവായിരുന്നു നമ്മുടേത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ലാളിത്യത്തോടെ പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന് വണ്ടികള്, യാത്ര ചെയ്തിരുന്ന വാഹനങ്ങള് സാധാരണ മാർപ്പാപ്പമാർക്ക് മെഴ്സിഡസ് ബെൻസും BMW അതുപോലെയുള്ള വിലയേറിയ വാഹന നിർമ്മാതാക്കൾ അവരുടെ ഏറ്റവും മുന്തിയ മോഡല് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ ഈ മാർപ്പാപ്പ ഏറ്റവും ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ, സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഈ ഫിയാറ്റിന്റെ ഒക്കെ പുന്തോ പോലെയുള്ള ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ മാത്രം ലാളിത്യം കാണിച്ചു. അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലരും പറയും സുരക്ഷിതത്വ കാരണം കൊണ്ട് അതൊന്നും പാടില്ല എന്ന്. പക്ഷെ മാർപ്പാപ്പയ്ക്ക് ഈ ലാളിത്യം ജീവിതത്തിന്റെ ഒരു ചൈതന്യമായിരുന്നു നമ്മൾ തിരിച്ചറിയുക. അതുപോലെ സഭയുടെ സർവ തലങ്ങളിലും സുവിശേഷ മൂല്യങ്ങൾ കൊണ്ട് നവീകരിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമായിരുന്നു. അതൊരു വലിയ കാഴ്ചപ്പാടായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലായിരുന്നു അദ്ദേഹം. ഈ പ്രാവശ്യത്തെ സിനഡ് വിളിക്കുന്നതിന് അതിനു മുമ്പ് ഓരോ ഇടവകയിലും ഓരോ ഫാമിലി യൂണിറ്റിലും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് താഴേക്കടയിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് രൂപതാ തലത്തിൽ ക്രോഡീകരിച്ച് അത് വത്തിക്കാനിൽ എത്തിക്കണമെന്നും അതിനനുസരിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. മറ്റുള്ളവരെ കേൾക്കുക, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളെ പോലും ശ്രവിക്കുക, അവരിലൂടെയും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്നാണ് തിരിച്ചറിയുക. ആ ഒരു വലിയ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകതയായിരുന്നു നമ്മൾ തിരിച്ചറിയാം. അതുപോലെ മനുഷ്യജീവന് അദ്ദേഹം നൽകുന്ന മൂല്യം അത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും വധശിക്ഷയെ എതിർത്തിരുന്നു. ക്യാപിറ്റൽ പണിഷ്മെന്റ് എതിരായിരുന്നു അദ്ദേഹം. അതിന് കാരണം മനുഷ്യജീവിതം അത്രമേൽ വിലപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആലംബഹീനരുടെ ഒരു സമര നായകനായിട്ടാണ് അദ്ദേഹത്തെ പലരും കണ്ടിട്ടുള്ളത്. ദരിദ്രരുടെ, പുറന്തള്ളപ്പെട്ടവരുടെ, അവഗണിക്കപ്പെട്ടവരുടെ, അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് മാറുവാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ പ്രത്യേകത കൊണ്ടായിരുന്നു. അദ്ദേഹം യേശുക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെടുവാൻ എപ്പോഴും പരിശ്രമിച്ചിരുന്നു. ഈശോയുടെ മൂല്യങ്ങൾക്കനുസരിച്ച്, സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് ജീവിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ പരമാവധി പരിശ്രമിച്ച ഒരു മനുഷ്യസ്നേഹിയായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ തത്വചിന്തകള്, ജീവിത രീതികളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അത് ഒത്തിരിയേറെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ സഭ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആധുനിക യുഗത്തെ നയിക്കാൻ സാധിക്കുന്ന പുതിയൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഫ്രാൻസിസ് മാർപ്പാപ്പയോടും നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹം ദൈവപിതാവിന്റെ സന്നിധിയിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ദിനങ്ങള് ഭൗതികമായി പറഞ്ഞാൽ ദുഃഖത്തിന്റെ ദിനങ്ങളാണ്. പക്ഷെ ആത്മീയമായി പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയില് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന സന്തോഷത്തിൽ നമുക്കായിരിക്കാം. ജീവിതത്തിൽ ഒന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, അവിടുത്തെ ഇഷ്ടമനുസരിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അവിടുന്ന് പൂർത്തീകരിച്ചു. അവിടുന്ന് തന്റെ വിശ്വസ്ത ദാസനെ തന്റെ സന്നിധിയിലേക്ക് തിരികെ വിളിച്ചു. നമുക്ക് ഈ പാപ്പായെ ഓർത്ത് സന്തോഷിക്കാം. ഈ പാപ്പായെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇനി പുതിയൊരു മാർപ്പാപ്പായെ ഏറ്റവും യോഗ്യനായ, സഭയ്ക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നയിക്കുവാൻ പര്യാപ്തനായ ഒരു പരിശുദ്ധ പിതാവിനെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമുക്കിപ്പോൾ കരണീയമെന്ന് എനിക്ക് തോന്നുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ പേരില് എല്ലാ വിശ്വാസികൾക്കും അനുശോചനം അറിയിക്കുകയാണ്. നമ്മൾ പരസ്പരം ദുഃഖിക്കുന്നവരാണ് മാർപ്പാപ്പയുടെ ഭൗതിക വിയോഗത്തില്. പക്ഷെ നമ്മൾ ഈ കൂട്ടായ്മയില്, സഭയുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയില് ഒരുമിച്ച് നിന്ന് സാർവത്രിക സഭയിലെ അംഗങ്ങൾ എന്ന നിലയില്, മനുഷ്യകുലത്തിലെ ഒരംഗം എന്ന നിലയില് ഈ മാർപ്പാപ്പയെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. അദ്ദേഹം പകർന്നു തന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് നന്ദിയുള്ള മനുഷ്യരായി നമുക്ക് മാറുകയും ചെയ്യാം. ദൈവത്തിന് സ്തുതി.